ഹായ് കൂട്ടുകാരി, ഞാൻ സോണിയ മുബാറക്. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ നോമ്പാണ്. അപ്പോൾ നേരെ തന്നെ ഞാൻ കുക്കിങ്ങിലൂടെയാണ് കാണിക്കുന്നത് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൽമാസാണ്. കൽമാസും സമൂസയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ രണ്ടിനും സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരേ ഫില്ലിങ്ങിൽ തന്നെ രണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ജോലിയും കൂടി കുറയും. അപ്പോൾ എന്തായാലും ഇതുവരെ കൽമാസ് ഉണ്ടാക്കാത്തവരെന്തായാലും ഈ വീഡിയോയിലും കണ്ടിട്ടൊന്ന് കൽമാസ് ഉണ്ടാക്കണം കേട്ടോ. വളരെ ഈസിയാണ്. അപ്പം ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത്, ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകായിട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ആയാലും മതി. ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗരം മസാലപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചീരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മളിഷ്ടം പോലെ ചേർത്തെടുക്കാൻ പറ്റും. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മതി, കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കേണ്ടത്. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത്, ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങ ചിരണ്ടിയതും അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് നിങ്ങൾ ചതച്ചെടുക്കാം. അരച്ചെടുക്കണ്ട, ചതച്ചെടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നന്നായിട്ട് അരിപ്പത്തിരിക്ക് ഉണ്ടാക്കുന്നത് പോലെ പൊടി നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇതിങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ പൊടിയെല്ലാം കൂടി മിക്സായി വരുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ സമൂസൻ്റെ കറികൾ നോക്കണേണ്. അപ്പോൾ കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സെയിം ഫില്ലിംഗ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മൈദ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത്, ജീരകവെള്ളം. അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് കൊടുക്കണേണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തണുത്ത വെള്ളം അങ്ങനെ കുടിക്കാറില്ല. ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ തണുത്ത വെള്ളം കുടിക്കാറുള്ളത്. അപ്പോൾ സമൂസ ഉണ്ടാക്കാനുള്ള ലീഫൊക്കെ ഇക്കാൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എപ്പോഴും വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് സമൂസേൻ്റെ ലീഫ് ഒട്ടിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ലത് മൈദ തന്നെയാണ് തോന്നുന്നത്. വെള്ളം കൊണ്ട് ഒട്ടിക്കുന്ന സമയത്ത് അത് പൊരിക്കുന്ന സമയത്ത് അതിങ്ങനെ തുറന്ന് വരാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് മൈദ കൊണ്ട് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ സമൂസയൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മളുടെ ഈ പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തേച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം അതിന് നടുവിലായിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തില്ലെങ്കിൽ ഇത് ഫില്ലിങ് വെച്ച് വേവിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് തന്നെ എടുക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അത് ഫില്ലിങ് നല്ല കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന സെയിം ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവിയേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൽമാസ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ടിട്ട് ഞാൻ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. ട്യൂഷൻ പോയി വന്നപ്പോഴേക്കും അവൻ വേഗം കിച്ചണിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ റെഡിയാക്കാൻ പറഞ്ഞ്. അപ്പോൾ അവനത് കുറച്ച് കളിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കുമ്പോഴേക്കും അവൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അവൻ തന്നെ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി പോണേണ്.
അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അവർ നോമ്പ് പിടിച്ചിട്ട് കുറേ ബോറടിക്കുന്ന ഫോൺ കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും കിച്ചണിൽ കയറി അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്നത്. ആദ്യം കുറേ തെറ്റൊക്കെ പറ്റുമായിരിക്കും, എന്നാലും അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേവിക്കാൻ വെച്ച കൽമാസ് വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് നേരത്തെ സമൂസ പൊരിച്ച ആ ഓയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. പാനിലൊന്ന് മൊത്തം ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ കൂട്ടി വെച്ച ഉപ്പും മുളക് പൊടി അതിലേക്ക് ഈ കൽമാസ് വേവിച്ചത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. മുഴുവനാവുന്ന രീതിയിൽ ഒന്ന് ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം വെളിച്ചെണ്ണ ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ പാനിൽ ചെയ്യുമ്പോഴായിരിക്കും അത് കരിഞ്ഞു പോകാണ്ടും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് മുഴുവൻ ഭാഗമായിട്ട് മൊരിയണ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കടപൂട്ടി വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റും കൂടി ഇല്ല നോമ്പ് തുറക്കാനായിട്ട്. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ കരിഞ്ഞ് തരണേണ്. അപ്പം നോമ്പ് തുറക്കാനായിട്ട് എത്ര നേരത്തെ ജോലി തുടങ്ങിയാലും ആ ലാസ്റ്റ് ടൈം ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ, ആ ബാങ്ക് വിളിക്കുന്ന തൊട്ട് മുമ്പ്. എന്തായാലും അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക്